ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ ഹെൽത്തിയും. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കുറേ കാലം സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും. ഇതിനായിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് റാഗിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. റാഗിപ്പൊടിയുടെ കൂടെ തന്നെ 1/4 കപ്പ് റവ കൂടെ ചേർത്തിട്ടുണ്ട്. ഒരല്പം തരി കിട്ടാൻ വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയാലും കുഴപ്പമൊന്നുമില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. സെയിം പാനിലേക്ക് തന്നെ 1 കപ്പ് തേങ്ങ ചിരകിയതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു തേങ്ങയും ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം, അത്ര മാത്രമേ ഉള്ളൂ. കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അത് മാറ്റിയെടുത്തതിന് ശേഷം 1/4 കപ്പ് വെളുത്ത എള്ളും കൂടെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. എള്ളൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ മാത്രം മതി. ആ ഒരു സമയം വരെ വറുത്തെടുക്കാം. കറുത്ത എള്ള് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതും അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി പാനിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് അണ്ടിപ്പരിപ്പ് ചേർത്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു സെയിം നെയ്യിലേക്ക് തന്നെ 1/2 കപ്പ് ബദാമും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. അതൊന്ന് പൊട്ടി വരും. ആ ഒരു സമയം വരെ മാത്രം വഴറ്റിയെടുത്താൽ മതി. ഈ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും ചൂടൊക്കെ നന്നായി മാറി വന്നതിന് ശേഷം മിക്സറിൻ്റെ ജാറിലിട്ട് തരിതരിപ്പായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പൾസ് മോഡിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി പാനിലേക്ക് 1/2 കപ്പ് പൊടിച്ച ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടെ തന്നെ 1/2 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ശർക്കര ഒന്ന് പാനിയാക്കി എടുക്കാനാണ് പോകുന്നത്. ശർക്കരയൊക്കെ ഒന്ന് മെൽട്ടായി ഒന്ന് പതഞ്ഞ് വന്നാൽ മാത്രം മതി. ഈ ഒരു സമയത്ത് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. തേങ്ങയും ആ ഒരു എള്ളും ഒക്കെ ശർക്കരയായിട്ട് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന റാഗിപ്പൊടിയും ആ ഒരു റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. ഫ്ലെയിം ഏറ്റവും ലോയിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അത് നന്നായിട്ട് യോജിച്ച് വന്നതിന് ശേഷം വേണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അണ്ടിപ്പരിപ്പിൻ്റെയും ബദാമിൻ്റെയും മിക്സും കൂടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിൻ്റെ വെള്ളപ്പറ്റൊക്കെ ഒന്ന് നന്നായിട്ട് മാറി വരുന്നത് വരെ ഇത് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിനായിട്ടാണ്. നിങ്ങൾക്ക് ചുക്കിൻ്റെ പൊടി വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റി ഈ ഒരു പാകത്തിനാകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. കൈകൊണ്ട് തൊടാൻ പാകത്തിന് ചൂടായി വരുമ്പോൾ നമുക്കിത് ഉരുട്ടിയെടുക്കാം. ഞാനിതിപ്പോൾ സാധാരണ ലഡുവിൻ്റെ ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാവുന്നതാണ്. ചൂട് നല്ലപോലെ മാറി വന്നതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ സ്റ്റോർ ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്.